ഗേസ്, ഞാൻ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? പുറത്തൊക്കെ ഒന്ന് പോവാനുണ്ട്. വിഷു ഒക്കെ വരല്ലേ? വരല്ലേന്നല്ല, മറ്റന്നാള് വിഷു ആണല്ലേ. അപ്പൊ ചെറിയൊരു പർച്ചേസിങ്, പിന്നെ ഒരു സിനിമയ്ക്ക് കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഏറ്റവും വലിയ രസം, ഞാൻ കണ്ട സിനിമയാണ്. ഫറൂഖ് മല്ലിക തിയേറ്ററിലാണ് കേട്ടോ പോയത്. ബുക്ക് ചെയ്തത് ചിന്നു ആണ്. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞതാണ് വരുന്നില്ലാന്ന്. വാഴ 2 കാണാനാണ് കേട്ടോ പോയത്. ഒരു വട്ടം കണ്ടതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മയും ചിന്നും ഭയങ്കര ത്രില്ലിലായിരുന്നു. സിനിമ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് പിന്നെ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ സിനിമ കഴിഞ്ഞ് ഒട്ടും സമയം കളയാതെ ഞങ്ങൾ ടൗണിലേക്ക് ബസ് കയറി. അങ്ങനെ പുതിയ സ്റ്റാൻഡ് ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയത്. ഈ ഒരു സമയത്താണ് ഒരു കാറ് പഠിച്ചെങ്കിൽ എന്നൊക്കെ തോന്നുക. ഓട്ടോ അവൾ എന്റെ വീഡിയോ ആണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്കൊരു സാരി മേടിക്കണം, ഈ കളർ എന്തോ എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്ത്. പിന്നെ ചിന്നുവിന് ഡ്രസ്സ് മേടിച്ചു, അമ്മമാർക്ക് മാക്സി, അച്ഛന്മാർക്ക് ഷർട്ട് പീസ് എല്ലാം മേടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഫറൂഖ് എത്തുമ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഫാൻസി എന്ന് ചിന്നുവിന് എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞ് അവിടെ കയറിയപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ മേടിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ കയറി കേട്ടോ. ഞാൻ മാംഗോ ജ്യൂസും അമ്മയും ചിന്നും പൈനാപ്പിൾ ജ്യൂസും ആണ് കേട്ടോ മേടിച്ചത്. അച്ഛനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അച്ഛനൊരു കല്യാണം കഴിഞ്ഞ് വരുവാണ് കേട്ടോ. അപ്പൊ നല്ല ബിരിയാണി ഒക്കെ തട്ടി വരുവാണ്. അത് മാത്രല്ല, ഞാനും ചിന്നും ഓരോ ചിക്കൻ റോള് കൂടെ മേടിച്ചായിരുന്നേ. അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോ ടാറ്റാ.